പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, കുട്ടികളൊക്കെ ഇന്ന് സ്കൂളിൽ പോയിണ്ടാവല്ലോ. 1ാം ക്ലാസ്സുകാരൊക്കെ ഇന്ന് ബഹളം, നിരോളി, കരച്ചിലൊക്കെ ഉണ്ടായിട്ടാണാവോ. ഞാൻ ഓർക്കായിരുന്നേ, 1ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എന്ത് ബഹളമായിരുന്നു. 1ഉം 2ഉം 3ഉം ഒക്കെ ഇച്ചിരി മടിയും സ്കൂളിൽ പോകാനായിട്ട്. കർത്താവേ, ഈ ഒരു വർഷം 1ാം ക്ലാസ്സിലൊക്കെ പോകുന്ന എല്ലാ മക്കളുടെ മേലും കർത്താവെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ 10ാം ക്ലാസ്, +2 ഒക്കെ, 11, 12 ഒക്കെ ഒരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി മാറ്റണമേ കർത്താവേ. ഹല്ലേലൂയ. പിന്നെ നോക്കിയേ, നമ്മുടെ ധ്യാനം ആരംഭിച്ചു കേട്ടോ. സെമിനാരിക്കാരിലെ 2nd ഇയേഴ്സും 3rd ഇയേഴ്സും ആണ് ശരിക്കും തീപ്പന്തങ്ങൾ സഹോദരങ്ങൾ. അതായത് നമ്മളൊന്ന് സാധാരണ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17, 18 വയസ്സുള്ള കുട്ടികളല്ലേ, 16, 17, 18 ഒക്കെയാണ്. അപ്പോൾ ശരിക്കും നമ്മളൊരു ഇച്ചിരി മൽപ്പിടുത്തൊക്കെ ഉണ്ടാവും. പക്ഷേ എന്തൊരു തുറവിയാണെന്ന് പറയുക സഹോദരങ്ങളെ. ശരിക്കും നമ്മൾ സ്തുതിക്കാനൊക്കെ പറയുമ്പോഴേക്കും ആ ഒരു ഉണർവോടുകൂടി തന്നെ പാട്ടൊക്കെ കട്ടയ്ക്ക് നിന്ന് പാടുക. പിന്നെയും താളം തെറ്റുണ്ടെങ്കിൽ എൻ്റെ തെറ്റുണ്ടല്ലോ. അവർ കട്ടയ്ക്ക് നിന്ന് പാടിയപ്പോൾ നാളെയും കൂടി എൻ്റെ ഇന്ന് കുമ്പസാരൊക്കെയാണ് ബ്രദേഴ്സിൻ്റെ. നാളെ നമുക്ക് വൈകിട്ട് തീരും. നാളെ സപ്പറോട് കൂടി വൈകിട്ട് രാത്രി 8 മണിയോടുകൂടി ധ്യാനമല്ല, ശരിക്കും ഒരു അക്കാഡമിക് ഇയറിന് വേണ്ട ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ. നിങ്ങൾ നോക്കി നോക്കിയേ, സെമിനാരികളിലൊക്കെ എങ്ങനെയാണെന്ന് നോക്കി നോക്കിയേ. നമ്മൾ സാധാരണ ഒരു മാക്സിമം ഒരു 1 ഡേ പ്രോഗ്രാം നമ്മുടെ സെൻറ്ററിൽ ചെയ്ത് മാക്സിമം അല്ലേ. ഇത് ശരിക്കും ഒരു 3 ദിവസത്തെ ശുശ്രൂഷയാണ്. ഇന്ന്, നാളെ, മറ്റന്നാൾ രാത്രി. അപ്പോൾ ശരിക്കും അതൊരു അധ്യയന വർഷം അത് വലിയൊരു അനുഗ്രഹമാക്കിയിട്ട് മാറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സെമിനാരികളിൽ, അതുകൊണ്ടാണ് ഈ അച്ഛൻകുട്ടികളൊക്കെ പെട്ടെന്ന് കയറിപ്പോണത്. അത് ശരിക്കും അവറ്റാണ് വിശദീകരിച്ച് നല്ല കൃപയിലാണ് ഒരു അധ്യയന വർഷത്തിലേക്ക് പറഞ്ഞയക്കുന്നത് കേട്ടോ. അപ്പോൾ കർത്താവ് നിങ്ങളെയൊക്കെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനി നമ്മൾ പ്രാർത്ഥിക്കുന്നത് സങ്കീർത്തനം 115:11. അവിടെ വചനം പറയാണ്, കർത്താവിൻ്റെ ഭക്തരോട് പറയുന്ന കാര്യമാണ് അവന്. കർത്താവിൻ്റെ ഭക്തരെ, കർത്താവിൽ ആശ്രയിക്കുവിൻ കേട്ടോ. അതായത് നിനക്കൊരു പ്രയാസമോ ദുഃഖമോ ദുരിതമൊക്കെ വരുമ്പോൾ നീ നിരാശപ്പെടല്ലേ വേണ്ടത്. കർത്താവിൻ്റെ ഭക്തരെ കർത്താവിൽ ആശ്രയിക്കുവിൻ. എന്നിട്ട് പറയാണ്, അവിടെ നിന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം. അവിടെ നിന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം. കർത്താവെ, ഈ വചനം അഭിഷേകമാക്കാൻ, ഈ വചനം ഞങ്ങളുടെ ജീവിതങ്ങളിൽ അഭിഷേകമാക്കാൻ തക്ക വിധത്തിലുള്ള ഒരാശ്രയ ബോധം ഞങ്ങൾക്ക് നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഇപ്പോഴും എന്നേക്കും. ആമേൻ.